നമ്മൾ എങ്ങനെ പെപ്പി പിങ്ക് ലിപ്സ് ക്രിയേറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് we have the beauty influencer and the makeup expert Lekshmi Menon. Hello everyone, welcome back. Lekshmi here. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ബ്രൈറ്റ് പിങ്ക് പെപ്പി ലിപ്സ്റ്റിക്ക് അത് എങ്ങനെ പുൾ ഓഫ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടൊരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ബ്രൈറ്റ് പിങ്ക് ലിപ്സ്റ്റിക്സ് നമ്മുടെ സ്കിൻ ടോണ് വളരെയധികം ചേരുന്ന ഒരു കളറാണ്. എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്, കോളേജിൽ പോകുന്ന കുട്ടികൾ, എന്താ പറയുക, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ബ്രൈറ്റ് പിങ്ക് പെപ്പി കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. സോ ലെറ്റ്സ് ബിഗിൻ ആ ട്യൂട്ടോറിയൽ. ഫസ്റ്റ് ആസ് യൂഷ്വൽ മുഖം ക്ലീൻ ചെയ്യുക. യൂസ് യുവർ ഫേസ് വാഷ്. ഞാൻ എൻ്റെ മുഖം കഴുകിയിരിക്കുകയാണ്, ക്ലെൻസിങ് കഴിഞ്ഞു. ആൻഡ് ഒബ്വിയസ്ലി പാറ്റ് യുവർ സ്കിൻ ഡ്രൈ. എന്തെങ്കിലും ടവലോ ടിഷ്യൂ വെച്ചിട്ട് പാറ്റ് യുവർ സ്കിൻ റിയലി ഡ്രൈ. എൻ്റെ മുഖം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു ടോൺ മൈ സ്കിൻ. എൻ്റെ സ്കിൻ, എസ്പെഷ്യലി നമ്മുടെ സ്കിൻ കുറച്ച് ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ടോണർ യൂസ് ചെയ്യുക. ജനറലി ഞാൻ യൂസ് ചെയ്യുന്ന ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സാണ്. അപ്പം ഞാൻ ഈ ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സ് മുഖത്തിലേക്ക് തന്നെ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. റോസ് വാട്ടർ നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ടോണറാണ്, ബട്ട് യൂസ് ഫ്രം ദ റൈറ്റ് ബ്രാൻഡ്. ഇതിനി ഡ്രൈ ചെയ്യാൻ അനുവദിക്കണം ഒരു 2 minutes. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന മുഖത്തിലൊരു സീറമാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസേഴ്സോ ഓയിൽസോ സീറംസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്ക് സീറംസ് പ്രത്യേകിച്ച് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് മുഖത്ത് ഇത്തിരി സീറം എടുത്ത് ജസ്റ്റ് സ്കിന്നിൽ ഒന്ന് പാറ്റ് ചെയ്യണം. എൻ്റെ മുഖം നമ്മൾ എപ്പോഴും നല്ലൊരു മോയ്സ്ചറൈസ് സ്കിന്നിൽ നമ്മൾ എപ്പോഴും മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മേക്കപ്പ് എന്നല്ല, സ്കിൻ എന്ന് നമ്മൾ സംരക്ഷിക്കുന്നത്. അത് നമ്മുടെ ഒരു ഡിസിപ്ലിനാണ് സ്കിൻ നോക്കുക എന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴും ക്ലെൻസ് ചെയ്യുക, ടോൺ ചെയ്യുക, മോയ്സ്ചറൈസ് ചെയ്യുക. സോ അതിൻ്റെ പാർട്ട് ഓഫ് റുട്ടീനാണ് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത്. ആൻഡ് ഓൾവേസ് നെക്കിലേക്കും എടുക്കണം എന്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും. ഇപ്പോൾ എൻ്റെ മുഖത്ത് സീറം തേച്ചു, അത് അബ്സോർബായി. നിങ്ങൾക്ക് തന്നെ കാണാം എൻ്റെ സ്കിൻ കുറച്ചും കൂടെ സോഫ്റ്റ് ആൻഡ് സപ്പിളായത്. ഇത് മോയ്സ്ചറൈസ്ഡായി. ഇനി ഇതിന് പുറത്ത് ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ, ഒരുപാട് ഫൗണ്ടേഷൻ ഇന്ന് യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് കുറച്ച് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാണ്. നമ്മൾ പുറത്തൊന്നും പോകുമ്പോൾ ഒരുപാട് ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല. ഇനി എനിക്ക് കുറച്ച് സ്പോട്ട്സ് ഉണ്ട്, ആ സ്പോട്ട്സ് ഒന്ന് ഞാൻ കൺസീൽ ചെയ്യാണ്. ഇനി കുറച്ച് കൺസീലർ എടുത്തിട്ട്, ഇത് ക്രീം കൺസീലർ ആയിരുന്നു, കുറച്ച് ലിക്വിഡ് കൺസീലർ എടുത്തിട്ട് കണ്ണിൻ്റെ അടിയിലും കുറച്ച് ശേഷം ഒന്ന് എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, അതൊന്ന് കാമഫ്ലാജ് ചെയ്യാൻ കുറച്ച് കൺസീലർ യൂസ് ചെയ്യണം. ഈ കണ്ണും തമ്മിൽ വ്യത്യാസം കാണാം. എന്താണ് കൺസീലർ ഇട്ട് കഴിഞ്ഞാൽ ഡാർക്ക് സർക്കിൾസ് കാമഫ്ലാജ് ആയി. ജസ്റ്റ് കൺസീലർ ഇട്ടു. ഇനി ഞാൻ അതൊന്ന് ആസ് യൂഷ്വൽ കൺസീലർ ഇടുന്ന സ്ഥലത്ത് നമ്മൾ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. ഞാൻ ലൂസ് പൗഡർ എടുത്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്കിനി ഒരുപാട് ഐ മേക്കപ്പ് ഒന്നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. ഐബ്രോസിൽ പക്ഷേ എന്തായാലും നമ്മൾ മറക്കാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഐബ്രോസ്. ഞാൻ ഇന്ന് ഐബ്രോസിന് ഒരു ഐബ്രോ പൗഡർ യൂസ് ചെയ്തിട്ട് ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്യാണ് വിത്ത് ഡാർക്ക് ബ്രൗൺ കളർ. രാവിലെ പോകുന്നതുകൊണ്ട് പൗഡർ കൊണ്ട് തന്നെയാണെങ്കിൽ നാച്ചുറൽ ലുക്കായിരിക്കും. ക്രീമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഹെവി ആവും. അതുകൊണ്ട് പൗഡർ വെച്ചിട്ടാണ് ഞാൻ ഫിൽ ചെയ്യുന്നത്. ഞാനിപ്പോൾ സ്കിന്നിലേക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് എൻ്റെ പിങ്ക് ലിപ്സ്റ്റിക്കിലേക്ക് പോവാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സ്കിന്നിലേക്ക് എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ എൻ്റെ പിങ്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഒരു പിങ്ക് ലിപ് ലൈനർ കൊണ്ട് ഞാൻ ലിപ്പ് വരച്ചിട്ട് ഫിൽ ചെയ്യാൻ പോവാണ്. ഇനി ലിപ് ലൈനർ വരച്ചു. ഇനി ഇത് ഫുള്ള് ഫിൽ ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ പുറത്ത് ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഫിൽ ചെയ്യാണ്. നിങ്ങൾക്ക് ഏത് കളറും യൂസ് ചെയ്യാം. ഞാനിന്ന് നല്ല ബ്രൈറ്റ് പിങ്ക് പെപ്പി കളറാണ് യൂസ് ചെയ്യുന്നത്.
ഞാൻ ബ്രൈറ്റ് പിങ്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ബ്രൈറ്റ് ലിപ്സ്റ്റിക്സ് ഇടുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ടോണുള്ള ബ്ലഷ് ഇടണം, എന്നാൽ മാത്രമേ ലുക്ക് ബാലൻസ് ആവുള്ളൂ. സോ എൻ്റെ പിങ്ക് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് പിങ്ക് കളറിലുള്ള ബ്ലഷ് എന്തെങ്കിലും ഇവിടെ ഇടണം. അപ്പോഴാണ് മുഖം എല്ലാം കൂടെ ഒരു ഒത്തുചേർന്ന പോലെ വരുള്ളൂ, ഒരു കംപ്ലീറ്റ് പാക്കേജ് ആവുള്ളൂ. ഇനി എൻ്റെ കണ്ണിൽ ഞാൻ ഐലൈനർ ഒന്നും വരയ്ക്കുന്നില്ല. ഐ എം ഗോയിങ് ടു പുട്ട് സം മസ്കാര, ദാറ്റ്സ് ഇറ്റ്. സോ curl your lashes and put mascara. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബ്രൗൺ ഐലൈനേഴ്സ് ഇഷ്ടമാണെങ്കിൽ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ടൈമുള്ള അനുസരിച്ച്. ഞാൻ വളരെ ക്വിക്കായിട്ട് ചെയ്യുന്നൊരു മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് മസ്കാര മാത്രം ഇട്ടാൽ മതി. ജസ്റ്റ് കുറച്ച് മസ്കാര ഇട്ടു. ആൻഡ് ദെൻ ഫൈനലി ഈ ലുക്ക് ഫിനിഷ് ചെയ്യാൻ ഒരു സെറ്റിംഗ് സ്പ്രേ, മേക്കപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുക. സെറ്റിംഗ് സ്പ്രേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇടുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊരു ഗ്ലോയിങ് ആയിട്ട് വരും. അപ്പോൾ അത് ഡ്രൈ ചെയ്യാൻ അനുവദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേക്കപ്പ് സെറ്റ് ആവും ഒരു 5 minutes. അങ്ങനെ എൻ്റെ സ്കിന്നിൽ ഇട്ടിരുന്ന സെറ്റിംഗ് സ്പ്രേ അത് ഡ്രൈ ആയി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല സെറ്റായി മേക്കപ്പ്, വളരെ നാച്ചുറൽ ലുമിനസ് ഫിനിഷാണ് വിത്ത് എ നൈസ് പെപ്പി ലിപ്സ്റ്റിക്. ഇത് യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും ഇടാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടൊരു ലുക്കാണ്. ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട്. ആൻഡ് എൻ്റെ ഫൈനൽ ലുക്ക് മുടിയൊക്കെ അയച്ചിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ മുടിയൊക്കെ അഴിച്ചിട്ടു. ഞാൻ സൺഗ്ലാസ്സൊക്കെ വെച്ച് എൻ്റെ ഫ്രണ്ട്സിനെ എടുത്ത് കാണാൻ പോവാണ്. സോ ഐ ലെഫ്റ്റ് മൈ ഹെയർ ഓപ്പൺ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ടോപ്പ് ബൺ ആയിട്ട് ഇടാം. സൺഗ്ലാസ് വെച്ച് ഭയങ്കര ചൂടാണ്, അപ്പോൾ സൺഗ്ലാസ്സൊക്കെ വെച്ച് ബ്രൈറ്റ് ആൻഡ് പെപ്പി ഐ എം ഗോയിങ് ടു മീറ്റ് മൈ ഫ്രണ്ട്സ്. സോ യെസ്, ദിസ് ഇസ് ഹൗ യു റോക്ക് എ ബ്രൈറ്റ് പെപ്പി ലുക്ക്. നെക്സ്റ്റ് ടൈം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ദിസ് ഇസ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.